കേരളത്തിൻ്റെ ഭാഗമെങ്കിലും ഭൂമിശാസ്ത്രപരമായി വയനാട് പലപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. ഗതാഗത പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. കാലാവസ്ഥാ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വയനാട് കൂടുതൽ ഒറ്റപ്പെടും. ഒരു വർഷത്തിൽ പല സമയങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. മറ്റു ജില്ലകളുമായി വയനാടിനെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാത കോഴിക്കോടും താമരശ്ശേരിയിൽ നിന്നുള്ള ചുരപാതയാണ്. ഈ ചുരപാതയിൽ പലപ്പോഴും ഉണ്ടാകുന്നത് വലിയ മണ്ണിടിച്ചിലും ഗതാഗത പ്രശ്നങ്ങളുമാണ്. നിരവധി ഹെയർപിൻ വളവുകൾ പിന്നിട്ടുള്ള ഈ യാത്രയിൽ വെല്ലുവിളികൾ പലപ്പോഴും കേരളത്തെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്കുള്ള ഗതാഗതം എക്കാലത്തും പ്രതിസന്ധിയാണ്. ഇത് വയനാടിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്കും പലപ്പോഴും കാരണമായിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹാരം ഏതു തരത്തിലുണ്ടാകുമെന്ന ചിന്തയ്ക്കൊടുവിലാണ് ഇരട്ടത്തുരങ്കം എന്ന പുതിയൊരു ആലോചനയിലേക്ക് വരുന്നത്. ഇരട്ടത്തുരങ്ക പദ്ധതി കേരളത്തിൽ സാധ്യമാകുമോ എന്ന ചിന്തയുണ്ടായിരുന്നു. അത് ഏറെ ആശങ്കയുണ്ടാക്കി. പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് കേരള പരിസ്ഥിതി അനുമതി ലഭിച്ചതോടുകൂടി ഈ പദ്ധതിക്ക് പുതിയ ആവശ്യം വരികയും ഒടുവിൽ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. എന്താണ് ഇരട്ടത്തുരങ്ക പദ്ധതി? ഇതിൻ്റെ പ്രായോഗികത എത്രമാത്രം, അതിൻ്റെ നേട്ടം എത്രമാത്രം, നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ പദ്ധതിയുടെ വിശദാംശത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപോയിൽ മുതൽ വയനാട് ജില്ലയിലെ മേപ്പാടിയിലേക്ക് വരെ ബന്ധിപ്പിക്കുന്ന പാതയാണ്. 8.11 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 സംസ്ഥാന പാതകളിലേക്കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. 8.11 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. ചിലവ് വരുന്നത് 2134 കോടി രൂപയാണ്. ബൃഹത് പദ്ധതിയാണ്, വമ്പൻ പദ്ധതിയാണ്. കിഫ്ബി വഴി ഇതിൻ്റെ പണം കണ്ടെത്തുമെന്ന പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. കിഫ്ബി വഴി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രമുഖ പദ്ധതിയായി തന്നെ ഈ ഇരട്ടത്തുരങ്ക പദ്ധതി മാറുന്നു എന്നതാണ് അതിൻ്റെ സാഹചര്യം. അതുകൊണ്ട് ഈ സംബന്ധിച്ച ആശങ്ക ഇല്ല എന്നതാണ് സർക്കാരിൻ്റെ അവകാശവാദം. പക്ഷേ 8 കിലോമീറ്റർ അധികം ദൈർഘ്യം വരുന്ന ഒരു ഇരട്ടത്തുരങ്കത്തിലൂടെ കടന്നു പോകുമ്പോൾ അതുണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എത്രമാത്രമായിരിക്കും? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുകൂടി ഉത്തരം വരുന്നത് ഇങ്ങനെയാണ്. ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകൾ, ഇരട്ടത്തുരങ്കങ്ങൾ തമ്മിലുള്ള ക്രോസ് പാസേജുകൾ ഉണ്ടാവും. ഒരു തുരങ്കത്തിൽ പ്രതിസന്ധി ഉണ്ടായാലും മറ്റു തുരങ്കത്തിലൂടെ കടന്നു പോകുന്ന ക്രോസ് പാസേജുകൾ ഉണ്ടാവും. അതുകൊണ്ട് സുരക്ഷാ ഭീഷണി ഉണ്ടാവില്ല എന്നതാണ് അവകാശപ്പെടുന്നത്. ഒരു പാതയ്ക്ക് മാത്രമായി തടസ്സമുണ്ടായാൽ പോലും പ്രതിസന്ധിയില്ല, മറ്റൊരു പാത നമുക്ക് മുന്നിൽ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ സുരക്ഷാ ഭീഷണികളെ മറികടക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ആലോചനകൾ. ഒപ്പം തന്നെ ഓരോ 24 മണിക്കൂറിലും CCTVയുടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഈ പാതയിലുടനീളം ഉണ്ടാവും. ഇതിന് പുറമെ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ പ്രത്യേകമായി ഒരുക്കുകയും ചെയ്യും. ഇതാണ് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം. ഇതിലൂടെ തന്നെയായിരിക്കും പാത കടന്നു പോകുക. എന്താണ് ഇരട്ടത്തുരങ്ക പദ്ധതി സംസ്ഥാനത്തിനുണ്ടാക്കുന്ന നേട്ടം? ഏറ്റവും പ്രധാനം വയനാട് ജില്ലയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പരിഹാരമാവാനുള്ള ഏറ്റവും വലിയ പ്രതീക്ഷകൾ അത് പങ്കുവയ്ക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഗതാഗത പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുന്നതോടുകൂടി ഭൂമിശാസ്ത്രപരമായി അവിടേക്ക് റെയിൽവേ പദ്ധതികൾക്ക് ചില പ്രതിസന്ധികളുണ്ട്. ചില ആലോചനകൾ നടന്നിരുന്നു, പക്ഷേ അതിന് കേന്ദ്ര സർക്കാർ അനുമതി ഉണ്ടായിട്ടില്ല. ഇതോടുകൂടി ഗതാഗതം, റോഡ് മാർഗമുള്ള ഗതാഗതത്തിൽ പുതിയ കുതിച്ചുചാട്ടം ഈ പദ്ധതി ഇടവെക്കുന്നുണ്ട്. അതിൽ വയനാട് ജില്ലയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ സാധ്യതയുണ്ടാവും. അവിടുത്തെ യാത്രാ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാവും. താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര ഏറെക്കുറെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനുള്ള സാധ്യതയും ഇതുവഴി തുറക്കപ്പെടുകയാണ്. സമയലാഭം പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോട് വയനാട് യാത്രയ്ക്ക് 1.5 മണിക്കൂറോളം സമയം അധികമായി ലാഭിക്കാൻ കഴിയുന്നു എന്ന പ്രത്യേകത കൂടി ഇതിൻ്റെ നേട്ടമായി വരികയാണ്. മറ്റൊന്ന് ടൂറിസം മേഖലയാണ്. ഇരട്ടത്തുരങ്കവും അതിൻ്റെ സാധ്യതയും വയനാട് ജില്ലയിലേക്ക് എത്താനുള്ള സമയം കൂടുതലായി എത്തുന്നു എന്നത് ടൂറിസത്തിന് ഗുണകരമാണ്. അതിനുമപ്പുറം ഇതുണ്ടാക്കുന്ന ടൂറിസം സാധ്യതകളും വളരെ വലുതാണ്. അതുകൊണ്ട് ടൂറിസം രംഗത്തും വലിയ സാധ്യതകളും സ്വപ്നങ്ങളുമാണ് നമുക്കുള്ളത്. മറ്റൊന്ന്, തമിഴ്നാട്, കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പാത വയനാട് ജില്ല വഴിയാണ്. പക്ഷേ അത് പലപ്പോഴും ഈ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇനി മുതൽ ചരക്ക് നീക്കമടക്കം വളരെ വേഗത്തിലാക്കാൻ ഇരട്ടത്തുരങ്കം വഴി കഴിയും എന്നതാണ് മറ്റൊരു വലിയ സാധ്യതയായി കൂടി കാണുന്നത്. അങ്ങനെയാണ് ഈ സാധ്യത കണക്കിലെടുക്കുന്നത്. 60 മാസം കൊണ്ട് പൂർത്തിയാക്കും. പ്രഖ്യാപനത്തിനപ്പുറം 60 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന സർക്കാരിൻ്റെ അവകാശവാദമുണ്ട്. അത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. എന്നിരുന്നാലും കോൺഗൺ റെയിൽ കോർപ്പറേഷൻ എന്ന ഇത്തരം തന്ത്രപ്രധാനമായ പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുള്ള അനുഭവ പരിചയമുള്ള ഒരു കമ്പനിക്കാണ് ഇതിൻ്റെ കരാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. എന്തായാലും ഇരട്ടത്തുരങ്കം കേരളത്തിൻ്റെ വികസന രംഗത്ത് വമ്പൻ കുതിച്ചുചാട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് കേരളത്തിന് പൊതുവിലുള്ളത്.